ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയ കേശു ന്യൂ വ്ലോഗ്. നമുക്കിന്നൊരു ഔട്ടിംഗ് പോയി വന്നാലോ? ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇന്ന് വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ചേച്ചി വന്നിരുന്നു, ഗായത്രി. അപ്പോൾ വിചാരിച്ചു ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അപ്പോൾ ഫോട്ടോ കൊച്ചിയിലെ പാരഗൺ ഹോട്ടലിൽ പോയി. അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണേ. അവിടെ എത്തി. പിന്നെ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ മെനു കാർഡ് തന്നു. എന്ത് ഫുഡ് കഴിക്കുമെന്ന് നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആസ് യൂഷ്വൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗായത്രി ചേച്ചിയാണെങ്കിൽ എന്ത് ഓർഡർ ചെയ്യുമെന്ന് നോക്കണേണേ. പിന്നെ നന്നു, അവളൊരു ചിരി അങ്ങ് പാസ്സാക്കി. പിന്നെ അവർ ഓർഡർ ചെയ്ത സാലഡ് വന്നു, ചിക്കൻ സിസേഴ്സ് സാലഡ്. പിന്നെ ആ ഗായത്രി ചേച്ചി അതൊന്ന് കഴിച്ചു നോക്കി. ഞാൻ കഴിക്കാറില്ല കേട്ടോ ഈ സാലഡൊന്നും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി എന്നാ പറഞ്ഞേ. ഹസ്ബൻഡും കഴിച്ചു, ഹസ്ബൻഡിനും ഇഷ്ടമായി. ചേട്ടൻ പിന്നെ കട്ടൻ ചായയും ഓർഡർ ചെയ്തു. പിന്നെ മെയിൻ കോഴ്സായ എഗ് റോസ്റ്റ്, പനീർ ഗ്രിൽഡ്, പിന്നെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസും എത്തി. ആദ്യം തന്നെ നന്നുന് കൊടുത്തു പനീർ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു, ഗായത്രി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ആസ് യൂഷ്വൽ എനിക്കും തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വിചാരിച്ചു ഞാൻ ഓർഡർ ചെയ്ത ഷെഷ്വാൻ ഫ്രൈഡ് റൈസും എഗ് റോസ്റ്റും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. കുറച്ച് റൈസും ഇട്ട് കുറച്ച് ഗ്രേവിയും ഒഴിച്ച് കൈ വെച്ച് നല്ലോണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു. ഞാൻ സ്പൂൺ വെച്ച് കഴിക്കാറില്ല, കൈ വെച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ മെയിൻ കോഴ്സ് വന്നു, വെള്ളയപ്പം. നല്ല ക്രിസ്പി പോലെ, പേപ്പർ പോലെ ഉണ്ട്. ഇവിടുത്തെ വെള്ളയപ്പം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണേ. അതും അടിപൊളിയായിരുന്നു. ഗായത്രി ചേച്ചി നല്ലോണം ആസ്വദിച്ചാണ് കഴിച്ചത്, ചേച്ചിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ മെയിൻ താരം നന്നു, അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്. അപ്പോൾ എന്നെ കഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞു സൂപ്പർ, അടിപൊളിയാണെന്ന്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം എൻജോയ് ഒക്കെ ചെയ്ത് വീട്ടിലെത്തി കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ച് അങ്ങ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.